ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു അപരനുണ്ടായിരുന്ന കഥ അറിയാമോ? പ്രൗഢകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വയം വസുദേവകൃഷ്ണനെന്ന് വിശേഷിപ്പിക്കുകയും താനാണ് യഥാർത്ഥ ശ്രീകൃഷ്ണനെന്നും ദ്വാരകയിലെ കൃഷ്ണനെ വിശ്വസിക്കരുതെന്നും ജനങ്ങളോട് പറഞ്ഞിരുന്നു. ശിവനെ തപസ് ചെയ്ത് വരം നേടിയാണ് പ്രൗഢകൻ ശ്രീകൃഷ്ണ രൂപം നേടിയത്. ഒരിക്കൽ പ്രൗഢകനെ കാണാനെത്തിയ നാരദമുനി പറഞ്ഞു, ദ്വാരകയിൽ വിഷ്ണു അവതാരമായി വേഷം കെട്ടി നടക്കുന്ന കൃഷ്ണനെ ഇല്ലാതാക്കിയാൽ മാത്രമേ അങ്ങയെ ലോകം അംഗീകരിക്കുകയുള്ളൂ. ഉടനെ പ്രൗഢകൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. ലോകത്തിൽ വസുദേവകൃഷ്ണൻ താനാണെന്നും കൃഷ്ണൻ ഒരു ഇടയനാണെന്നും ബാല്യകാലം മുതൽ കള്ളൻ എന്നു പേര് ലഭിച്ചവനാണ്, തനിക്ക് കീഴ്പ്പെട്ട് തൻ്റെ സുദർശന ചക്രം തിരികെ നൽകണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധത്തിന് തയ്യാറാകണമെന്നും പ്രൗഢകൻ ആ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. ഈ സന്ദേശം കേട്ട് സദസ്സിലുള്ളവരെല്ലാം ചിരിച്ചു. താൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രൗഢകനോട് പറയുവാൻ കൃഷ്ണൻ ദൂതനോട് ആവശ്യപ്പെട്ടു. ശേഷം കൃഷ്ണനും സൈന്യവും പുറപ്പെട്ടു. ഉടൻ തന്നെ തൻ്റെ സൈന്യവുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പ്രൗഢകൻ. അടുത്ത സുഹൃത്തായിരുന്ന കാശിരാജാവും പ്രൗഢകനെ സഹായിക്കുവാൻ യുദ്ധത്തിനെത്തി. യുദ്ധസമയത്ത് പ്രൗഢകൻ കൃഷ്ണനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇത് കേട്ട് കൃഷ്ണൻ കൂടുതൽ കോപാകുലനായി. ഇരുപക്ഷവും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. ഒടുവിൽ പ്രൗഢകന്റെ ഉത്ത സുഹൃത്തായ കാശിരാജാവിനെ ബലരാമൻ വധിച്ചു. കാശിരാജാവിന്റെ മരണത്തോടെ പ്രൗഢകൻ ഒറ്റപ്പെട്ടു. എങ്കിലും അഹങ്കാരത്തിനൊരു കുറവുമുണ്ടായില്ല. തന്റെ സുദർശന ചക്രം മടക്കിത്തരുവാൻ പ്രൗഢകൻ ശ്രീകൃഷ്ണനോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഇത് നിന്റെയാണെങ്കിൽ എടുത്തുകൊള്ളുവാൻ ഭഗവാൻ പറഞ്ഞു. സുദർശന ചക്രം തിരികെ ലഭിക്കുമെന്ന് കരുതി പ്രൗഢകൻ സന്തോഷിച്ചു. സുദർശന ചക്രത്തെ സ്വീകരിക്കുവാൻ വേണ്ടി തൻ്റെ വിരൽ കൃഷ്ണന്റെ നേർക്ക് ചൂണ്ടി. എന്നാൽ സുദർശന ചക്രം നേരെ പ്രൗഢകന്റെ തലയ്ക്ക് നേർക്ക് വരികയും അത് പ്രൗഢകന്റെ തല വെട്ടിമാറ്റുകയും ചെയ്തു. ഞാൻ ഈ കഥ എടുത്തിരിക്കുന്നത് വിഷ്ണു പുരാണത്തിൽ നിന്നുമാണ്. ഇതുപോലെയുള്ള ഭഗവാന്റെ ഒരുപാട് ഭക്തിപരമായ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കഥകൾ ഈ പുസ്തകത്തിലുണ്ട്. കൂടാതെ താളിയോലയിലുള്ള വിഷ്ണു സഹസ്രനാമവും ഞാൻ എനിക്ക് ജപിക്കുവാനായി വാങ്ങിയിരുന്നു. വലിയ അക്ഷരങ്ങളുള്ള ഈ താളിയോല വിഷ്ണു സഹസ്രനാമം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിത് വാങ്ങിയത് എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നുമാണ്. നിങ്ങൾക്കും വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും അവരുടെ നമ്പർ കൊടുക്കാം. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി.